نور على نور. الشرط الأول العلم بمعناها نفيا وإثباتا، ودليل العلم قوله تعالى: فاعلم أنه لا إله إلا الله، وقوله: إلا من شهد بالحق وهم يعلمون، أي بلا إله إلا الله، وهم يعلمون بقلوبهم ما نطقوا به بألسنتهم. ഒന്നാമത്തെ നിബന്ധന, ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹിയാകാനുള്ള ഒന്നാമത്തെ നിബന്ധന അൽ ഇൽമു ബിമാനാഹ, ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥമറിയലാണ്. നമ്മൾ അറിഞ്ഞു അല്ലേ? അൽഹംദുലില്ലാ. ഇത്ര വിശദീകരിച്ച് ലാ ഇലാഹയുടെ അർത്ഥമല്ലേ? ലാ മഅബൂദ ഹഖ്കുൻ ഇല്ലല്ലാഹ് എന്നാണ്. എങ്ങനെ അറിയണം? നഫിയൻ വ ഇസ്ബാതൻ. നഫിയൻ വ ഇസ്ബാതൻ അറിയണം. നഫിയൻ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചുകൊണ്ട്, വ ഇസ്ബാതൻ സ്ഥിരപ്പെടുത്തിക്കൊണ്ടും അറിയണം. അത് നഫിയും ഇസ്ബാത്തും ലാ ഇലാഹ ഇല്ലല്ലയുടെ രണ്ട് റുക്കിനുകളാണ്, ഫർളുകളാണ്. അപ്പോൾ എന്താണ് അറിയേണ്ടത്? ഒന്നാമത്തെ ഷർത്ത് അറിയലാണ്. എന്തറിയണം? ലാ ഇലാഹ ഇല്ലല്ലയുടെ ഫർളുകളെ അറിയണം. അതാണ് ഒന്നാമത്തെ ഷർത്ത്. ഒന്നാമത്തെ നിബന്ധന എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലയുടെ ഫർളുകളെ അറിയലാണ്. ലാ ഇലാഹ ഇല്ലല്ലക്ക് രണ്ട് ഫർളുകളാണുള്ളത്. നമ്മൾ പറഞ്ഞു ഫർള് എന്തിനുള്ളതാണ്? ഒരു വസ്തു ഉണ്ടാകാനുള്ളതാണ്. റുക്കിന് ഒരു കാര്യം ഉണ്ടാകാനുള്ളതാണ്. ഷർത്ത് ഒരു കാര്യം സ്വഹീഹാകാനുള്ളതാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാകണമെങ്കിൽ രണ്ട് ഫർളുകൾ ചേർന്നാൽ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ഉണ്ടാകൂ. ഒന്ന് ലാ ഇലാഹ, രണ്ട് ഇല്ലല്ലാഹ്. ഇത് രണ്ട് ചേർന്നാലല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവും. അതാണ് റുക്കിന്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം. ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല, ഒരു മഅബൂദുമില്ല എന്നറിയണം. ഇബാദത്തിന് അർഹനായി ആരും തന്നെ ഇല്ല എന്ന നഫി, നിഷേധം. ഇല്ലല്ലാഹ്, അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്ന സ്ഥിരീകരണം. ലാ ഇലാഹക്കാണ് ഒന്നാമത്തെ റുക്കിന് എന്ന് പറയാം. ലാ ഇലാഹ ഒന്നാമത്തെ റുക്കിനാണ്. എന്താണ് ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ? നഫിയുൻ. അതാണ് നഫിയൻ എന്ന് പറഞ്ഞാൽ നിഷേധമാണ്. നഫ എൻഫി നഫ്യു എന്ന് പറഞ്ഞാൽ നഫ എൻഫി നഫിയൻ, നിഷേധിക്കുക എന്നർത്ഥം. നിഷേധിക്കുക. എന്ത് നിഷേധിക്കണം? എല്ലാ മഅബൂദാത്തുകളെ നിഷേധിക്കണം. ലാ ഇലാഹ, ഒരു മഅബൂദും തന്നെ ഇല്ല. നിഷേധമാണ് ഒന്നാമത്തെ റുക്കിന്. അറബി എന്താ പറയാ? നഫിയുൻ എന്നാ പറയാ. ലാ ഇലാഹ ഇല്ലല്ലയിലെ ലാ ഇലാഹ എന്ന നിഷേധം നഫി സഹിയാകണമെങ്കിൽ 4 കാര്യങ്ങളെ നിഷേധിക്കണം. 4 കാര്യങ്ങളെ നിഷേധിച്ചാൽ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലയിലെ ലാ ഇലാഹ സഹിയാകൂ, നിഷേധം സഹിയാകൂ. ആ 4 കാര്യങ്ങൾ ഖുർആനിൽ അള്ളാഹുവിന് ഓപ്പോസിറ്റായി പറഞ്ഞ 4 കാര്യങ്ങളാണ്. അള്ളാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മിന്റെ ഓപ്പോസിറ്റായി അള്ളാഹ് പ്രയോഗിച്ച 4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങളെ നിഷേധിച്ചാലേ ലാ ഇലാഹ സഹിയാകൂ. ഒന്ന്, ആലിഹത്തുകളെ നിഷേധിക്കണം. അള്ളാഹുവിന് പുറമേയുള്ള ഇലാഹുകളെ, മഅബൂദുകളെ നിഷേധിക്കണം. അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്നവയെല്ലാം നിഷേധിക്കണം. കാരണം അള്ളാഹു ഖുർആനിൽ പലയിടങ്ങളിലായി അള്ളാഹുവിന് പുറമെ മറ്റ് ഇലാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എന്ന്, അള്ളാഹുവിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അള്ളാഹു പറഞ്ഞെന്താണ്? ഇലാഹുൻ ആഹർ, മറ്റ് ഇലാഹുകൾ, അള്ളാഹു അല്ലാത്ത മറ്റ് മഅബൂദുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ ഓപ്പോസിറ്റായി അള്ളാഹ് പറഞ്ഞ ഒരു കലിമത്ത് എന്താണ്? ഇലാഹുകളാണ്. അപ്പോൾ ഇലാഹിനെ നിഷേധിക്കണം, അള്ളാഹു അല്ലാത്ത ഇലാഹുകളെ നിഷേധിക്കണം. രണ്ടാമത്തേത് റബ്ബാണ്. അള്ളാഹു അല്ലാത്ത റബ്ബുകളെ നിഷേധിക്കണം. റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദീകരിച്ചിരുന്നു, നമ്മളെ ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, നമുക്ക് റിസ്ക് തരുന്നവൻ, നമ്മളെ നിയന്ത്രിക്കുന്നവൻ, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നവൻ ആണ് റബ്ബ്. അള്ളാഹു അല്ലാത്ത ആരും തന്നെ റബ്ബല്ല എന്ന് നിഷേധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹ് നിഷേധിച്ച ഒരു കാര്യമാണ് അത്. സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ജയിൽവാസികൾക്ക് ദഅവത്ത് ചെയ്യുന്ന ഒരു രംഗം അള്ളാഹു പറയുന്നുണ്ട്. അവിടെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 ജയിൽ പുള്ളികളോട് പറയുന്ന ഒരു വാചകം അള്ളാഹു പറയുന്നു, അർബാബുൻ മുതഫർരിഖൂന
ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, അള്ളാഹ്ക്ക് പുറമേ ഉള്ള അർബാബുകളാണോ ഖൈറ്, അതല്ല അള്ളയാണോ ഖൈറ്? ഇപ്പൊ അള്ളാഹുവിന് ഓപ്പോസിറ്റ് അള്ള പറഞ്ഞ എന്താണ്? അർബാബുകൾ. അള്ളാഹു അല്ലാത്ത റബ്ബുകളെ നിഷേധിക്കണം. മൂന്നാമത്തേത് അന്താദ്, നിദ്ദുകളെ നിഷേധിക്കണം. സമന്മാര്, അള്ളാഹുവിന് സമന്മാരില്ല, അള്ളാഹുവിനെ പോലെയുള്ളവനില്ല, അള്ളാഹ് കേൾക്കുന്നത് പോലെ കേൾക്കുന്നവരില്ല, അള്ളാഹ് കാണുന്നത് പോലെ കാണുന്നവനില്ല, അള്ളാഹ് അറിയുന്നത് പോലെ അറിയുന്നവരില്ല, അള്ളാഹുവിനെ പോലെ ആരുമില്ല. അതിനെ നിഷേധിക്കണം. അള്ളാഹ് എന്ന കലിമത്ത് ജലാലത്തിന്റെ ഇസ്മിന് ശേഷം ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞ മൂന്നാമത്തെ വാചനം നിദ്ദാൻ. വലാ തജ്അലൂ ലില്ലാഹി അന്ദാദൻ വഅൻതും തഅലമൂൻ. നിങ്ങൾ അള്ളാഹുവാണ് റബ്ബെന്നറിഞ്ഞിട്ടും ഇബാദത്തിന് അള്ളാഹ്ക്ക് പുറമെ വേറെ നിദ്ദുകളെ, സമന്മാരെ നിങ്ങൾ നിശ്ചയിക്കാൻ പാടില്ല. വലാ തജ്അലൂ ലില്ലാഹി അന്ദാദൻ, നിദ്ദുകളെ നിശ്ചയിക്കണം. അള്ളാഹുവിനെ പോലെ കേൾക്കുന്നവനോ കാണുന്നവനോ അറിയുന്നവനോ പ്രവർത്തിക്കുന്നവനോ ആരുമില്ല. നാലാമത്തേത് താഗൂത്തുകളെ നിഷേധിക്കണം. താഗൂത്തുകളെ, താഗൂത്ത് മലയാളത്തിലേക്ക് ദുർമൂർത്തി എന്നൊക്കെയാണ് അർത്ഥം വെക്കുക. താഗൂത്ത്, ചില ഉലമാക്കൾ താഗൂത്തിന് അർത്ഥം വെച്ചത് മാ യുഅബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആർക്കും താഗൂത്ത് എന്ന് പറയും. അടിസ്ഥാനപരമായും ഉലമാക്കൾ താഗൂത്തിന് വിവക്ഷിച്ചത് 5 കാര്യങ്ങളിലാണ്. 5 കൂട്ടർ താഗൂത്തുകളാണ്. ഈ 5 കൂട്ടരെ നിഷേധിച്ചാലേ താഗൂത്തിനെ നിഷേധിച്ചതാകുള്ളൂ. കാരണം താഗൂത്തിനെ നിഷേധിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ യഅ്ബുദുല്ലാഹ വജ്തനിബു അത്താഗൂത്ത്, നിങ്ങൾ താഗൂത്തുകളെ ഉപേക്ഷിക്കണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്കാ ലം ഫിസാമ ലഹാ, ആരെങ്കിലും വമൻ യക്ഫുർ ബിത്താഗൂതി, താഗൂത്തിനെ നിഷേധിക്കുകയും വയുമിൻ ബില്ലാഹി, അള്ളാഹുവിനെ അംഗീകരിക്കുകയും ചെയ്താൽ, അള്ളാഹുവിന് അംഗീകരിക്കുന്ന ഓപ്പോസിറ്റ് എന്ത് വേണം? താഗൂത്തിനെ നിഷേധിക്കണം. താഗൂത്ത് ഒന്ന്, അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്ന ശൈത്താനാണ്. ശൈത്താൻ താഗൂത്താണ്. 2, അള്ളാഹു അല്ലാത്ത തൃപ്തിപ്പെട്ടുകൊണ്ട് ആരാധിക്കപ്പെടുന്ന ആൾ ദൈവങ്ങൾ, തൃപ്തിപ്പെട്ടുകൊണ്ട് ആരാധിക്കപ്പെടുന്നവർ. തൃപ്തിപ്പെട്ടുകൊണ്ട് എന്ന് പറയാൻ കാരണം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആരാധിക്കപ്പെടുന്ന ഒരു ദൈവമാണ്. പക്ഷെ ഈസാ നബി എന്ത് ചെയ്യുന്നില്ല? അത് തൃപ്തിപ്പെടുന്നില്ല. ആൾ ദൈവങ്ങളുണ്ടല്ല, തൃപ്തിപ്പെട്ടുകൊണ്ട് ആരാധിക്കപ്പെടുന്ന ആൾ ദൈവങ്ങൾ ജീവിച്ചിരിക്കുന്നവരുണ്ട്, മരിച്ചുപോയവരൊക്കെ ഉണ്ട്. 3, അദൃശ്യം അറിയാമെന്ന് പറയുന്നവൻ. അദൃശ്യം അറിയോ? ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അല്ലേ ഗൈബ് അറിയൂ. അദൃശ്യം അറിയാമെന്ന് പറയുന്ന വാദിക്കുന്നവൻ താഗൂത്താണ്. ജോൽസിനൊക്കെ അതിൽപ്പെടും. കൈ നോക്കുന്ന ആള്, ജോൽസ് പണിയെടുക്കുന്ന ആള്, പിന്നെ കുറെ കള്ളത്തങ്ങന്മാര്, കള്ള ഔലിയാക്കളൊക്കെ ഉണ്ട്, ഗൈബ് അറിയുന്നവർ. നാം അറിയുന്നു, നാം മനസ്സിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഗൈബ് വാദിക്കുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ അതിൽപ്പെടും. 4, അള്ളാഹുവിൻ്റെ വിധിയല്ലാതെ വിധിക്കാമെന്ന് വിശ്വസിക്കുന്നവൻ. അള്ളാഹുവിൻ്റെ വിധിയല്ലാത്ത, അള്ളാഹുവിൻ്റെ വിധികൾ കൊണ്ടല്ലാതെ വിധിക്കുന്നവൻ, അങ്ങനെ വിധിക്കാമെന്ന് വിശ്വസിക്കുന്നവൻ താഗൂത്താണ്. 5, അള്ളാഹുവിൻ്റെ വിധി മാറ്റിമറിച്ച് മറ്റ് വിധികൾ ഉണ്ടാക്കിയ ഭരണാധികാരി, അവനും താഗൂത്താണ്. അള്ളാഹുവിൻ്റെ ഖുർആന്റെ ഹദീസിന്റെ വിധികളെയൊക്കെ മാറ്റിമറിച്ച് സ്വയം വിധികൾ ഉണ്ടാക്കി വിധിക്കുന്ന ആൾ. ഈ 5 കൂട്ടർ താഗൂത്തുകളാണ് എന്ന് ഉലമകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 5 കൂട്ടരെയും വെടിഞ്ഞാലേ താഗൂത്തുകളെ വെടിയുക എന്ന കൽപ്പനയിലെ താഗൂത്തിന് വെടിയലാകൂ. അപ്പൊ ഈ 4 കൂട്ടരെ നിഷേധിച്ചാലേ ലാ ഇലാഹ സഹിയാകൂ. ലാ ഇലാഹ, ഇലാഹായി ആരുമില്ല, റബ്ബായി ആരുമില്ല, നിദ് അള്ളാഹുവിൻ നിദ്ദായി ആരുമില്ല, താഗൂത്തുകളെ ഒന്നും തന്നെ അംഗീകരിക്കുകയില്ല എങ്കിൽ ലാ ഇലാഹ സഹിയാകും. ഇതിൽ സമസ്തക്കാരൊക്കെ പയച്ചു പോയിട്ടുണ്ട്. സമസ്തക്കാർ ലാ റബ്ബിൽ പയച്ചു പോയിട്ടുണ്ട്, അതേപോലെ തന്നെ നിദ്ദിൽ പയച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ മുദബ്ബിറുൽ ആലം CM മടവൂരാണെന്ന് പറയുന്നു. ലോകം നിയന്ത്രിക്കുന്നത് ഇന്ന് ഔലിയാക്കളാണ്, മഹാന്മാരാണെന്ന് പറയുന്നത് അള്ളാഹിന്റെ റുബൂബിയത്തിൽ പയച്ചതാണ്. അള്ളാഹു മലക്കുകൾക്ക് ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്, ഇന്നിന്ന ജോലികൾ ചെയ്യുന്നത് ഇന്നെന്ന മലക്കുകളാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവർ വിചാരിച്ച് ലോകം നിയന്ത്രിക്കാൻ അള്ളാഹിന്റെ സൃഷ്ടികളെ ഏൽപ്പിക്കുന്നതാണ്. മലക്കുകൾക്ക് അള്ളാഹു നിശ്ചയിച്ചെടുത്ത ജോലികളാണ്, ആ ജോലികൾ അവർ ചെയ്യും.
ജിബ്രീലിന് ജോലിയുണ്ട്, ആ ജോലി ജിബ്രീൽ ചെയ്യുള്ളൂ. മീക്കാലിനൊരു ജോലിയുണ്ട്, ആ ജോലി മീക്കാൽ ചെയ്യും. മലക്കുൽ മൗത്തിന് ജോലിയുണ്ട്, ആ ജോലിയെ മലക്കുൽ മൗത്ത് ചെയ്യുള്ളൂ. അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത ജോലികളാണ്. അപ്പോൾ ഇവരെന്ന് മനസ്സിലാക്കി, വൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവ തന്നെ സത്യം എന്ന് പറഞ്ഞപ്പോൾ ലോകം നിയന്ത്രിക്കുന്നവൻ അള്ളാഹു അല്ലാത്തവരുമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു. അള്ളാഹു കൊടുത്ത കഴിവിൽ കൊണ്ട് ലോകം നിയന്ത്രിക്കും. അങ്ങനത്തെ ഒരു കഴിവ് അള്ളാഹു ആർക്കും കൊടുത്തിട്ടില്ല. കുൽ മൻ യർസുഖുകും മിനൽ അർള്, കുൽ മൻ യർസുഖുകും മിനൽ അർളി, കുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർള് അമ്മൻ യംലികു സമഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വമൻ യുദബ്ബിറുൽ അംർ സയഖൂലൂന അല്ലാഹ്. അപ്പം യുദബ്ബിറുൽ അംർ ആരാണ്? അല്ലാഹുവാണ്. മുദബ്ബിറുൽ അംർ അല്ലാഹുവാണ്. മുദബ്ബിറുൽ ആലം അല്ലാഹുവാണ്. അല്ലാഹുവാണ് നിയന്ത്രിക്കുന്നത്. എന്നാൽ മഹാന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നുള്ളത് കുഫ്റാണ്. അത് അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ ശിർക്ക് വെക്കലാണ്. അതിൽ സമസ്തക്കാർ പേച്ചുപോയി, അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല. നിദ്ദിലും പേച്ചുപോയി. അള്ളാഹുവിന് പുറമെ നിദ്ദുകൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ മഹാന്മാർ അള്ള കാണുന്ന പോലെ കാണുമെന്ന് സമസ്തക്കാർ എഴുതിയിട്ടുണ്ട്, അള്ള കേൾക്കുന്ന പോലെ കേൾക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. അല്ലെ, മൊഹീദ്ദീൻ ഷെയ്ഖിനെ സംബന്ധിച്ചിട്ട് പുകഴ്ത്തി പാടിയത് എന്താണ്? വല്ലാ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായു കൂടാ ഉത്തീരം നൽകും ഞാൻ എന്നോവർ. ഓവറായി. ആ പറഞ്ഞ വാചകം തന്നെ എന്താണ്? ഓവറാണ്. അത് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് അവസാനം ഓവർ എന്ന് പറഞ്ഞത്. ഈ പറഞ്ഞത് ഓവറാണ്, ശരിയായിട്ടില്ല. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണുന്ന നിങ്ങളുടെ കൽഭാഗം എന്നോവർ, അതും ഓവറാണ്. നല്ല ഓവറായിട്ട് പറഞ്ഞതാണ്. അപ്പം മഹാന്മാർക്ക് അള്ള കാണുന്ന പോലെ കാണാൻ കഴിയും, അള്ള കേൾക്കുന്ന പോലെ കേൾക്കാൻ കഴിയും. കറാമത്തിന്റെ ഭാഗമായി ചില സന്ദർഭങ്ങളിൽ ചില അള്ളാഹുവിന്റെ വലിയകൾ അറിഞ്ഞ കാര്യങ്ങളെ ഗൈബ് അറിയാൻ മഹാന്മാർക്ക് കഴിയുമെന്ന ഒറ്റവാക്കിൽ അവർ അതിന് വിശ്വസിച്ചു. മറ്റുള്ളവർക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ കറാമത്തിലൂടെ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അറിയാൻ പറ്റും. അള്ളാഹു ആ സമയത്ത് ആ സന്ദർഭത്തിൽ ആ വ്യക്തിക്ക് അപ്പം കൊടുക്കുന്ന കറാമത്താണ്, ആദരവാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു സാരിയ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞതുപോലെ അൽ ജബൽ യാ സാരിയ, ഏ സാരിയ, പർവ്വതത്തിന്റെ അടുത്ത് ഇറാഖിൽ യുദ്ധത്തിന് പറഞ്ഞയച്ചതാണ് ഉമർ റളിയല്ലാഹു അൻഹു സാരിയ റഹ്മത്തുള്ളാഹി അലൈഹിയെയും കൂട്ടരെയും. അവിടെ എത്തിയപ്പോൾ ശത്രു സൈന്യങ്ങൾ ഇവരെ വളയാൻ വേണ്ടി വരുന്നുണ്ട് എന്നുള്ള കാര്യം മദീനയിലുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയാൻ പറ്റി. ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്ന് ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, അൽ ജബൽ യാ സാരിയ, ആ പർവ്വതത്തിന്റെ തന്നെ നിന്നോ, മാറിപ്പോണ്ട എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അവിടെ ഇറാഖിൽ ആര് കേട്ടു? സാരിയ റഹ്മത്തുള്ളാഹി അലൈഹി കേട്ടു. ചില റിപ്പോർട്ടിൽ കാണാം, മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സഹാബാക്കൾ ചിലർ ചോദിച്ചു, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ഖുതുബ കേട്ട ചിലർ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ ചില വാചകങ്ങൾ പറഞ്ഞല്ലോ, അൽ ജബൽ യാ സാരിയ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഞാൻ അങ്ങനെ പറഞ്ഞോ, ഞാൻ ഓർക്കുന്നില്ലല്ലോ എന്ന രീതിയിൽ സംസാരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പോലും അറിയാതെ. അത് കറാമത്താണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ലോകത്ത് എവിടെ നടക്കുന്ന എന്തും അറിയുന്ന ഇല്ല. സമസ്തക്കാർ ഇങ്ങനെയുള്ള വ്യക്തികൾക്കുണ്ടാകുന്ന മുഅ്മിനായ തഖിയായ തഖ്വയുള്ള മുഅ്മിനീങ്ങൾക്കുണ്ടാകുന്ന വിലായത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കറാമാത്തുകളെ ലോകത്ത് എന്തു അറിയാനുള്ള തെളിവാക്കി. കണ്ടില്ലേ, ഉമർ റളിയല്ലാഹു അൻഹു അതറിഞ്ഞില്ലേ, അതുകൊണ്ട് ഔലിയാക്കൾക്ക് ഗൈബ് അറിയും, എന്തും അറിയും, എപ്പോഴും അറിയും എന്ന് തെറ്റായി ധരിച്ചു. ഇതൊക്കെ അതിലുള്ള പേവുകളാണ്. അപ്പൊ ലാ ഇലാഹയിൽ തന്നെ പലരും പേജുപോയി. ഇനി ഇല്ലല്ലാഹ്, അതാണ് ഇസ്ബാത്ത്, സ്ഥിരീകരിക്കുക. രണ്ടാമത്തെ ഫർള്, ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ടാമത്തെ ഫർള് എന്താണ്? ഇല്ലല്ലാഹ്, അല്ല മാത്രം. അല്ല മാത്രം എന്ന ഇല്ലല്ലാഹ് ഇസ്ബാത്ത്, സ്ഥിരീകരണം സഹിയാകണമെങ്കിൽ 3 കാര്യങ്ങളെ ഇസ്ബാത്ത് ചെയ്യണം. 3 കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമെന്ന് അംഗീകരിച്ചാലേ ഇല്ലല്ലാഹ് സഹിയാകൂ. ഒന്ന് അർ-റുബൂബിയ്യ, അത് അള്ളാഹ്ക്ക് മാത്രം എന്ന് പറയണം. നമ്മൾ തൗഹീദുർ റുബൂബിയ്യ അംഗീകരിക്കണം. 2 തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. 3 തൗഹീദുൽ ഉലൂഹിയ്യ. നമ്മൾ പലപ്പോഴും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ 3 കാര്യങ്ങളെ അംഗീകരിച്ചാലേ ഇല്ലല്ലാഹ് സഹിയാകും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫർള് ശരിയാകണമെങ്കിൽ 7 കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 4 കാര്യങ്ങളെ നിഷേധിക്കണം, 3 കാര്യങ്ങളെ സ്ഥിരപ്പെടുത്തണം. നിഷേധിക്കേണ്ട 4 കാര്യങ്ങൾ: അള്ളാഹു അല്ലാത്ത ഇലാഹുകളെ നിഷേധിക്കണം, അള്ളാഹു അല്ലാത്ത റബ്ബുകളെ നിഷേധിക്കണം, അള്ളാഹുവിന് തുല്യനുണ്ടെന്നതിനെ നിഷേധിക്കണം, താഗൂത്തുകളെ നിഷേധിക്കണം. സ്ഥിരപ്പെടുത്തേണ്ട 3 കാര്യങ്ങൾ: ഒന്ന് ഉലൂഹിയത്തിന് അർഹൻ അല്ല മാത്രമാണ്, റുബൂബിയത്തിന് അർഹൻ അല്ല മാത്രമാണ്,
അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകളിൽ അള്ളാഹു ഏകനാണ് എന്ന് അംഗീകരിക്കണം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന റുക്കിന് സഹിയാകും. ഇത് രണ്ടും റുക്കിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവയെ നിഷേധിക്കുകയും ചെയ്താൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ് ഹറുമ മാലുഹു വദമുഹു വഹിസാബുഹു അലല്ലാഹ്, അവന്റെ സമ്പത്തും അവന്റെ രക്തവും പവിത്രമാണ്. അവന്റെ രക്തം ചിന്താൻ പാടില്ല, അവന്റെ സമ്പത്ത് അപഹരിച്ചെടുക്കാൻ പാടില്ല. വഹിസാബുഹു അലല്ലാഹ്, അവന്റെ വിചാരണ അള്ളാഹ് എടുക്കലാണ്. അവന്റെ മനസ്സെന്ത്, അവന്റെ അഖീദ എന്ത്, ഉള്ളെന്ത്, ഈമാൻ എന്ത് എന്നൊക്കെ അള്ളാഹ്ക്കേ അറിയുള്ളൂ. അവന്റെ കർമ്മങ്ങൾ എന്നൊക്കെ അള്ളാഹ്ക്കേ അറിയുള്ളൂ. അവന്റെ ഹിസാബ് അലല്ലാഹ്, അള്ളാഹ് കുട്ടേക്കണം. ഈ പറയപ്പെട്ട കാര്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവന്റെ രക്തം പവിത്രമാണ്, അവന്റെ സമ്പത്ത് പവിത്രമാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. താരിഖ് ഇബ്നു അശ്യം അൽ അശ്അരി റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖുർആനിൽ പലയിടങ്ങളിലായി അള്ളാഹു പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു ആയത്ത്, വമൻ യക്ഫുർ ബിത്താഗൂതി ലാ ഇലാഹ വയുമിൻ ബില്ലാഹി ഇല്ലല്ലാഹ് വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ യഅ്ബുദുല്ലാഹ ഇല്ലല്ലാഹ് വജ്തനിബു താഗൂത് ലാ ഇലാഹ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലായിടത്തും ഉണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്തിനെ സംബന്ധിച്ച് അല്ലാഹ് പറയുന്നുണ്ട്, വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി വഖൗമിഹി, ഇബ്രാഹിം തന്റെ ഉപ്പാനോടും സമൂഹത്തോടും പറഞ്ഞു, ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ ലാ ഇലാഹ, നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും ഞാൻ ഒഴിവാണ്. ബറാഉൻ, ബറാ എന്നുള്ളത് മസ്ദറാണ്, ബരി എന്നാണ് അർത്ഥം. ബറാ എന്ന മസ്ദർ ഫായിലിന്റെ അർത്ഥത്തിൽ കൊണ്ടുവന്നാണ്. ബറാഉം മിമ്മാ തഅബുദൂൻ, ആരൊഴികെ, ഇല്ലല്ലദീ ഫതറനി, ഇല്ലല്ലാഹ് എന്നെ സൃഷ്ടിച്ചവനൊഴികെ, ഫഇന്നഹു സയഹ്ദീൻ, അവൻ എനിക്ക് ഹിദായത്ത് പിന്നീട് നൽകുന്നതാണ് എന്ന്. അപ്പോൾ ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ ലാ ഇലാഹ ഇല്ലല്ലദീ ഫതറനി ഇല്ലല്ലാഹ്. ഇബ്രാഹിം നബിന്റെ കലിമത്ത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാ ഇബ്രാഹിമിന്റെ കലിമത്താണെന്ന് തെളിവ് എന്താണ്? തൊട്ടടുത്താറ്റിൽ എന്താണ്? വജഅലഹ കലിമതൻ ബാഖിയതൻ ഫി അഖിബിഹി ലഅല്ലഹും യർജിഊൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇതിനെ അദ്ദേഹത്തിന് ശേഷമുള്ളവർക്കുള്ള ഒരു കലിമത്തായി ബാക്കിയാക്കി. വജഅലഹ കലിമതൻ ബാഖിയ, കലിമത്തുൻ ബാഖിയ എന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥ പേരുണ്ട്. കലിമത്തുൻ ബാഖിയ, കലിമത്തു തഖ്വ, അൽ ഖൗലു സാബിത്, അൽ കലിമു തയ്യിബ, അൽ കലിമത്തു തയ്യിബ, അതുതന്നെ അൽ കലിമത്തുൽ ബാഖിയ. വജഅലഹ കലിമതൻ ബാഖിയതൻ ഫി അഖിബി, അദ്ദേഹത്തിന്റെ ശേഷക്കാർക്കുള്ള ഒരു കലിമത്തായി അദ്ദേഹം അത് ബാക്കിയാക്കി. ലഅല്ലഹും യർജിഊൻ, അവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് മടങ്ങിയേക്കാം എന്നതുകൊണ്ട്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫർള്. ലാ ഇലാഹ നിഷേധം, ഇല്ലല്ലാഹ് സ്ഥിരീകരണം. ഈ രണ്ട് കാര്യങ്ങളെയും അറിയണം. അതാണ് അൽ ഇൽമു ബിമാനാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അറിയണം. എങ്ങനെ അറിയണം? നഫിയൻ വ ഇസ്ബാതൻ, അല്ലാഹു അല്ലാത്ത ആരും തന്നെ ഇബാദത്തിന് അർഹനല്ലാന്നും അല്ലാഹ് മാത്രമാണ് ഇബാദത്തിന് അർഹനുമെന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രണ്ട് ഫർളുകളിലൂടെ അറിയണം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹക്ക് രണ്ട് ഫർളുകളാണ്. ഒന്ന് നഫിയുൻ, രണ്ട് ഇസ്ബാത്തുൻ. നഫി എന്ന് പറഞ്ഞാൽ നിഷേധം, ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരീകരണം. എന്താണ് ഇവകൾ അറിയണമെന്നതിനുള്ള തെളിവ്? വദലീലുൽ ഇൽമി ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ഖൗലാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ അറിയണം, ഇല്ലല്ലാഹ് അറിയണം. മറ്റൊരു തെളിവ് എന്താണ്? ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖി വഹും യഅലമൂൻ. ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ്, കലിമത്തുൽ ഹഖ് ആണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും അഭിപ്രായമുണ്ട്. ഈ ആയത്ത് പ്രകാരം കലിമത്തു ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വേറൊരു പേര് അൽ ഹഖ്, കലിമത്തുൽ ഹഖ്. അള്ളാഹ് പറയാണ്, അള്ളാഹ്ക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാരും ഷഫാഅത്തിന്റെ ഉടമപ്പെടുത്തുകയില്ല. വലാ യംലികുല്ലദീന യദുഊന, എന്ന വാഫ യദുഊന തദഊന, വലാ യംലികുല്ലദീന യദുഊന മിൻ ദൂനിഹി ഷഫാഅ, അള്ളാഹ്ക്ക് പുറമെ ഇവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഷഫാഅത്തിനെ ഉടമപ്പെടുത്തുകയില്ല. കാരണം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചവർ എന്തിനാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചത്? നാളെ പരലോകത്ത് ഷഫാഅത്ത് ചെയ്യാൻ. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹാഉലായി ശുഫാഉന ഇൻദല്ലാഹ്,
അള്ളാഹുടെ അടുക്കൽ ശുപാർശ ചെയ്യാൻ വേണ്ടിയാണല്ലോ ദർഗയിൽ പോകുന്നത്. സമസ്തക്കാർ എന്തിനാ ദർഗയിൽ പോകുന്നത്? സമസ്തക്കാരോട് നിങ്ങൾ എന്തിനു ദർഗയിൽ പോകും എന്ന് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞാൽ കവാദ് അർബയിൽ പറഞ്ഞു. അത് രണ്ടാലൊരു കാര്യം മക്കത്തെ മുശ്രിക്ക് പറഞ്ഞാൽ രണ്ടാലൊരു കാര്യം ആര് പറയും? നമ്മുടെ നാട്ടിൽ സമസ്തക്കാരും പറയും. ഒന്നെന്താണ്? ഇത് മഹാന്മാരാണ്, ഈ മഹാന്മാർ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ശുപാർശ ചെയ്യും. ആ ശുപാർശ ചെയ്യുമെന്ന വാദത്തെ മക്കത്തെ മുശ്രിക്കിന്റെ വാദമാണ്. ഇപ്പോഴത്തെ സമസ്തക്കാരുടെ വാദം ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് സമസ്തക്കാർ മക്കത്തെ മുശ്രിക്ക് അതേ വാദത്തിലാണ്. അതുകൊണ്ട് സമസ്തക്കാർ മുശ്രിക്കുകളാണ്, ശിർക്ക് ചെയ്യുന്നവരാണ്. ലാശക്. ഈ അഖീദയും കൊണ്ട് നാളെ അള്ളാഹിനെ കണ്ടുകൂട്ടണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അള്ളാഹു അതിന് റദ്ദ് ചെയ്യാണ്. അള്ളാഹ്ക്ക് പുറമെ ഇവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, ഇവിടെ മൗസൂലയുടെ സില കളഞ്ഞിട്ടുണ്ട്. വലാ യംലികുൽ ലദീന യദ്ഊനഹും, അല്ലദീന എന്നതിന്റെ ളമീർ ഹും ഇവിടെ കളയപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞിരുന്നില്ലേ? വലാ യംലികു ഉടമപ്പെടുത്തുകയില്ല, അല്ലദീന ഒരു കൂട്ടർ, യദ്ഊനഹും ഈ മക്കത്തെ മുശ്രിക്കുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ മഹാന്മാർ, മിൻ ദൂനിഹി അള്ളാഹ്ക്ക് പുറമെ. എന്തിനു ഉടമപ്പെടുത്തൂല? അശ്ശഫാഅ, ഇവർ വാദിക്കുന്ന ആ ശഫാഅത്തിനെ ഉടമപ്പെടുത്തുന്നില്ല. പിന്നെ ആരാണ് ഉടമപ്പെടുത്തുന്നത്? ഇല്ലമൻ, ഒരുത്തനല്ലാതെ, ഷഹിദ ബിൽ ഹഖ്, ഹക്ക് കൊണ്ട് സാക്ഷ്യം വഹിച്ചവനല്ലാതെ ഉടമപ്പെടുത്തുകയില്ല. അബിൽ ഹക്ക് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവൻ മാത്രമേ നാളെ ഷഫാത്ത് ചെയ്യുള്ളൂ. അപ്പൊ മുവഹിദേ ഷഫാത്ത് ചെയ്യുള്ളൂ. ആർക്ക് വേണ്ടി ഷഫാത്ത് ചെയ്യുള്ളൂ? മുവഹിദിന് വേണ്ടിയേ ഷഫാത്ത് ചെയ്യുള്ളൂ. അപ്പോൾ ഷഫാത്ത് കിട്ടാൻ വേണ്ടി ശിർക്ക് ചെയ്താൽ എന്തിനു വേണ്ടിയാണോ അവർ ശിർക്ക് ചെയ്തത് അത് തന്നെ അവർക്ക് ഇല്ലാണ്ടായി. ഷഫാത്ത് കിട്ടാനാണ് ശിർക്ക് ചെയ്യാൻ വേണ്ടി പോയത്. ശിർക്ക് ചെയ്യലോട് കൂടി എന്ത് പോയി? ഷഫാത്തും പോയി. ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ. യഅലമൂന ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു, അൽ ഖവാദ് അർബയിൽ വിശദീകരിച്ചിരുന്നു ഷഫാഅത്തിന് 2 നിബന്ധനകൾ. അതാണിത്, മൻ ഷഹിദ ബിൽ ഹഖ്. അപ്പോൾ ഷഹിദ ബിൽ ഹഖ് ഉണ്ടല്ലോ, വഹും യഅലമൂന ബിഖുലൂബിഹിം, അവർ ഹൃദയം കൊണ്ട് അറിയും, മാ നതഖു ബിഹി ബി അൽസിനതിഹിം, നാവ് കൊണ്ട് പറയുന്നതിനെ ഹൃദയം കൊണ്ട് അറിഞ്ഞവർ. അപ്പം ഷഹിദ ബിൽ ഹഖ് കൊണ്ട് ഉദ്ദേശം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഹും യഅലമൂന ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി ഹദീസിൽ നിന്നുള്ള തെളിവ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം എന്ന തെളിവ് എന്താണ്? വമിന സുന്നത്തി അൽ ഹദീസു സാബിതു ഫി സഹീഹി അൻ ഉസ്മാന റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചത്. ഖാല ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മം മാത, ആരെങ്കിലും മരിച്ചാൽ, വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞവനായി ആരെങ്കിലും മരണപ്പെട്ടാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ഇതുകൊണ്ട് ഉദ്ദേശം എന്താണ്? അറിഞ്ഞാൽ, എങ്ങനെ അറിഞ്ഞാൽ? അതിന്റെ ഫർളുകളും ഷർത്തുകളും പാലിച്ചുകൊണ്ട് അറിഞ്ഞാൽ. ഖുർആനിക ആയാത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും 2 രീതിയിലാണ്. അതിന് ഉലമാക്കളിട്ട പേര്, ഒന്ന് ആയാത്തുൽ വഅദ്, അഹാദീസുൽ വഅദ്, വാഗ്ദാനം ചെയ്യുന്ന ആയത്തുകൾ, വാഗ്ദാനം ചെയ്യുന്ന ഹദീസുകൾ. വഅദ് എന്താണ് വാഗ്ദാനം ചെയ്യുന്നത്? സ്വർഗമുണ്ട്, പാപമോചനമുണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്തുണ്ട് എന്ന് പറയുന്ന ആയാത്തുകൾക്കും ഹദീസുകൾക്കും എന്ത് പറയാ? ആയാത്തുൽ വഅദ്, അഹാദീസുൽ വഅദ്. രണ്ടാമത്തത് ആയാത്തുൽ വഈദ്, അഹാദീസുൽ വഈദ്, താക്കീത് ചെയ്യുന്ന ആയാത്തുകൾ, താക്കീത് ചെയ്യുന്ന ഹദീസുകൾ. എന്താണ് താക്കീത് ചെയ്യുന്നത്? ഇന്നും തെറ്റ് ചെയ്താൽ നരകമുണ്ട്, അള്ളാഹിന്റെ കോപമുണ്ട്, അവൻക്ക് മഗ്ഫിറത്തില്ല എന്നൊക്കെ പറയുന്ന ആയാത്തുകൾക്കും ഹദീസുകൾക്കുമാണ് ആയാത്തുൽ വഈദ്, അഹാദീസുൽ വഈദ് എന്ന് പറയുക. അപ്പൊ ഏതൊരു ഹദീസ് വായിക്കുമ്പോഴും ആ ഹദീസ് വഅദിന്റെ ഹദീസാണെങ്കിൽ, അല്ലെങ്കിൽ വഅദിന്റെ ആയത്താണെങ്കിൽ, വഈദിന്റെ ആയത്തും ഹദീസും കൂടെ ചേർത്തുകൊണ്ടേ വായിക്കാൻ പാടുള്ളൂ. വഈദിന്റെ ആയാത്തുകളും ഹദീസുകളുമാണ് എങ്കിൽ വഅദിന്റെ ആയാത്തുകളും ഹദീസുകളും ചേർത്തിട്ടേ വായിക്കാൻ പാടുള്ളൂ. രണ്ടും ഒരുമിച്ച് വായിച്ചാലേ അവൻ അഹ്ലുസുന്നയാകും. വഈദിന്റെ ആയത്തുകൾ മാത്രം എടുത്താൽ അവൻ ഖവാരിജിയാവും, വൻപാപം ചെയ്തവൻ കാഫിറാണ്, കാലാകാലം നരകത്തിലാണ്. വഈദിന്റെ ആയത്ത് മാത്രം എടുത്താൽ മുർജിയാവും, പാപം ചെയ്താൽ പ്രശ്നമില്ല, തെറ്റ് ചെയ്താൽ പ്രശ്നമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ലാ ഇലാഹ പറഞ്ഞാൽ മതി സ്വർഗ്ഗത്തിൽ പോവാം.
ലാ യദുറു മഅൽ ഈമാനി ദംബുൻ ലിമൻ അമിലഹു മാ ലം യസ്തഹില്ലഹു. ഹലാലല്ല എന്ന് വിശ്വസിച്ചിടത്തോളം കാലം ഹറാം ചെയ്താൽ തെറ്റൊന്നുമില്ല, കുറ്റമൊന്നുമില്ല എന്ന് പറയുന്ന മുർജിയായി മാറും. ആയാത്തുൽ വഈദും ഒന്നിച്ചെടുത്താൽ, അഹാദീസുൽ വഈദ് ഒന്നിച്ചെടുത്താൽ ഒന്ന് അഹ്ലു സുന്നയായി. അപ്പൊ എന്ത് പറയും? തെറ്റ് ചെയ്താൽ കുറ്റമുണ്ട്, അവൻ നന്മ ചെയ്താൽ കൂലിയുണ്ട്. അപ്പോൾ പാപം ചെയ്ത മുഅ്മിനും ബി ഈമാനിഹി ഫാസിഖും ബി കബീറത്തിഹി എന്ന് പറയാം. അവന്റെ ഈമാൻ കൊണ്ട് മുഅ്മിനാണ്, പാപം കൊണ്ട് ഫാസിഖാണ് എന്ന് പറയും. അതുകൊണ്ട് ഈ ആയത്ത് അപ്പൊ നമ്മളിപ്പോ വായിച്ച ഹദീസ് ഉണ്ടല്ലോ, മൻ മാത വഹു യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന. ഇത് വഈദോ? വഈദിന്റെ ഹദീസാണ്. അപ്പോൾ വഈദിന്റെ ഹദീസുകളും കൂടെ ഇതിൽ ചേർത്ത് വയ്ക്കണം. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറിഞ്ഞു പോകുന്ന നവാഖിൽ ഇസ്ലാം 10 നമ്മൾ പഠിച്ചില്ലേ, അത് ചെയ്താൽ അവൻ ഇത് ബാത്തിലായി. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാകൂല, അറിഞ്ഞവനാകൂല. ഇതുകൊണ്ട് പറയണം. ഏതെങ്കിലും ഹദീസ് മാത്രം എടുത്തിട്ട് അള്ളാഹ് പറഞ്ഞല്ലോ, റസൂലുള്ളാഹി പറഞ്ഞല്ലോ, മമ്മാത വഹു യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അപ്പോൾ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാണ് മരിച്ചത്, അവനയാൾ സ്വർഗ്ഗത്തിലാണ്, അയാൾ ദർഗയിൽ പോകുന്ന ആളാണ്, അള്ളാഹു എല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ്. അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞല്ലോ, പറഞ്ഞാൽ മാത്രം പോരാ അല്ലെ. അപ്പൊ ലാ ഇല്ലല്ലാഹ് പോരല്ലോ, ലാ ഇലാഹിയും വേണ്ടേ. അപ്പോൾ ദർഗയിൽ പോലോടി ലാ ഇലാഹ പോയില്ലേ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്.